ബഷീർ. മോശം നല്ലുണ്ട്, നല്ലുണ്ട്. പിന്നെ ഒന്നും നല്ലതല്ല, 2 രൂപ കുറഞ്ഞെങ്കിലും 1 രൂപ കുറഞ്ഞെങ്കിൽ നല്ലതെന്നല്ലേ. ഞാൻ അതുകൊണ്ടല്ലേ ഇന്നലെ തീർന്നിട്ട് ഇപ്പോൾ അടിക്കാൻ വന്ന്. ഓക്കെ ഓക്കെ, താങ്ക് യു. ഒരു ഓട്ടോമൊബൈൽ ബ്ലോഗ് ചെയ്യുന്ന ഒരാളെന്നുള്ള നിലയിൽ ഞാൻ നിങ്ങളോടൊരു കാര്യം ചോദിക്കാം, നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യാം. ഞാൻ ഏകദേശം ഒരു 1 മന്തായിട്ട് കണ്ടിന്യൂസ് ആയിട്ട് ജിയോ ഫ്യൂവലിൽ തന്നെ എണ്ണ അടിച്ച് എൻ്റെ വണ്ടിക്ക് നല്ല മൈലേജ് ഉണ്ട്, നല്ല പെർഫോമൻസ് വ്യത്യാസമുണ്ട്. എൻ്റെ അനുഭവത്തിൽ ഭയങ്കര എക്സ്പീരിയൻസ് ആണ്. നിങ്ങൾ ഒരു തവണ ഒന്ന് ജസ്റ്റ് ജിയോ ഫ്യൂവലിൽ പോയിട്ട് ഡീസലോ പെട്രോളോ അടിച്ച് നോക്ക്. ഇപ്പോൾ പെട്രോൾ അടിക്കുകയാണെങ്കിൽ ഇപ്പോൾ ഓഫർ കാര്യങ്ങൾ റൺ ആകുന്നുണ്ട്, അതിൻ്റെ ഡീറ്റെയിൽ ഞാൻ പറഞ്ഞുതരാം. പക്ഷേ ഇതെൻ്റെ ഒരു പേഴ്സണൽ ഒപ്പീനിയനാണ്. നിങ്ങൾ ഓരോ വണ്ടി ഭ്രാന്തന്മാരോട് ഞാൻ ചോദിക്കുന്ന ഒരു ചോദ്യമാണ്. ജസ്റ്റ് നിങ്ങളൊന്ന് എക്സ്പീരിയൻസ് ചെയ്ത് നോക്കുക, ജിയോ ഫ്യൂവലിൽ കയറി ഫ്യൂവൽ അടിച്ച് നോക്കുക, അല്ലെങ്കിൽ 1-2 തവണ അടിച്ചു നോക്കുക. എന്നിട്ട് നിങ്ങളുടെ എക്സ്പീരിയൻസ് എന്താണ്, ഞാൻ പറഞ്ഞത് സത്യമാണോ അല്ലയോ എന്നുള്ളത് നിങ്ങൾക്ക് അന്നേരം മനസ്സിലാവും. എന്നിട്ട് ആ അഭിപ്രായങ്ങളൊന്ന് കമൻറ്റ് ചെയ്യുക. നിലവിൽ ജിയോ ഫ്യൂവൽ യൂസ് ചെയ്യുന്നവരൊന്ന് അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യുക. ജസ്റ്റ് ഒരു അഭിപ്രായ സർവേയാണ് ഇത്, മറ്റുള്ളവർക്കും കൂടെ ഉപകാരപ്പെടുന്ന രീതിയിലേക്ക് ഈ വീഡിയോ എത്തട്ടെ. ഒന്ന് നിങ്ങൾ നോക്കിയിട്ട് പറയാം. ഹാപ്പി അവേഴ്സ്, നമ്മുടെ ജിയോ പമ്പിൽ ഹാപ്പി അവേഴ്സിന് മെഗാ സേവിങ്സ് നടക്കുന്നുണ്ട്. നമുക്ക് 2 രൂപ 1 ലിറ്റർ പെട്രോൾ ലാഭിക്കാൻ പറ്റും. പക്ഷെ ഒരു കാര്യം മാത്രം നിങ്ങൾ ശ്രദ്ധിക്കുക, രാവിലെ 10 മണി മുതൽ വൈകുന്നേരം 5 മണി വരെ മാത്രമാണ് ഈ ഓഫർ ഉള്ളത്. എൻ്റെ പേര് റിയാൻ. ജിയോ തന്നെ പെട്രോൾ അടിക്കൽ, നല്ല മൈലേജ് ഉണ്ട്, വണ്ടിക്ക് നല്ല പെർഫോമൻസും ഉണ്ട്. അല്ലെങ്കിൽ ഫൈസൽ മൈലേജ് നല്ല മൈലേജ് കിട്ടുന്നുണ്ട്. എത്രയോ ഗുണമുണ്ട് നിങ്ങളുടെ നല്ല അതുകൊണ്ടല്ലേ നമ്മൾ ഇപ്പോൾ ചെറുക്കലത്തെ പെട്രോൾ പമ്പ് ഉണ്ട്, ഇവിടെ വന്നിട്ട് അടിക്കും. ആ ക്വാളിറ്റിയിലാണ് നല്ല ക്വാളിറ്റി. അപ്പോൾ ഈ പമ്പിൻ്റെ ലൊക്കേഷൻ വരുന്നത് എവിടെയാണെന്ന് വെച്ചാൽ നമ്മൾ ആശ്രം മിംസിൻ്റെ നിങ്ങൾ എക്സിറ്റ് അടിക്കുക. അതിനുശേഷം കുറച്ച് മുന്നോട്ടേക്ക് പോകുന്ന സമയത്ത് ഇങ്ങനെ പമ്പിൻ്റെ ലോഗോയും കാര്യങ്ങളൊക്കെ കാണാൻ സാധിക്കും. അപ്പോൾ ഇനി ഫ്യൂൽ അടിക്കുന്ന സമയത്ത് മറക്കണ്ട, പാണലം, നായമാർമൂല, കാസർഗോഡ്.